ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യത്തിൽ ബിജെപിയിൽ ഭിന്നത. കോർ കമ്മിറ്റി യോഗത്തിലാണ് നേതാക്കൾ വ്യത്യസ്ത നിലപാടെടുത്തത്. ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ലെന്ന നിലപാട് രാജീവ് ചന്ദ്രശേഖർ കോർ കമ്മിറ്റി അറിയിച്ചു. എന്നാൽ മത്സരിച്ചില്ലെങ്കിൽ വലിയ രാഷ്ട്രീയ വിവാദം ഉണ്ടാകുമെന്ന് എതിർവിഭാഗം നേതാക്കൾ നിലപാടെടുത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കുന്നത് ഒളിച്ചോട്ടമാകുമെന്നും നേതാക്കൾ യോഗത്തിൽ വ്യക്തമാക്കി. അഭിപ്രായ ഭിന്നതയെ തുടർന്ന് തീരുമാനം ദേശീയ നേതൃത്വത്തിന് വിട്ടു. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കുകയാണ് മുന്നണികൾ. UDF സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൌക്കത്തിനെ ഇന്ന് തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. സംസ്ഥാന നേതാക്കൾ നടത്തിയ ചർച്ചയിൽ ആര്യാടൻ ഷൌക്കത്തിന്റെ പേരിനാണ് മുൻതൂക്കം ലഭിച്ചത്. എന്നാൽ എല്ലാ വിഭാഗത്തിന്റെയും പിന്തുണ ലഭിക്കുന്ന സ്ഥാനാർത്ഥിയെ നിലമ്പൂരിൽ നിർത്തണമെന്നാണ് PV അൻവറിന്റെ നിലപാട്. പിണറായിയുടെ മുന്നിൽ പരാജയത്തിന് തലവെച്ച് കൊടുക്കാൻ കഴിയില്ലെന്നും അൻവർ പറയുന്നു. അതേസമയം സ്വന്തം നാട്ടിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ M സ്വരാജിന് മത്സരിച്ചുകൂടെയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു. നാളെ ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ LDF സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ധാരണയാകും. ഡാൻ കുര്യൻ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ആദ്യം നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി ഡാൻ. ആര്യാടൻ ഷൌക്കത്ത് എന്ന ഒറ്റ പേരിലേക്ക് എത്തി എന്നുള്ളതായിരുന്നു ഈ ഘട്ടത്തിലൊക്കെ നമുക്ക് ലഭ്യമായിരുന്ന സൂചന. പക്ഷെ അപ്പോൾ ഏറ്റവും ഒടുവിൽ അൻവർ വീണ്ടും മുടക്കം നിൽക്കുകയാണ് എന്നുള്ളതാണോ? അൻവർ ഫാക്ടർ അത്രത്തോളം പ്രസക്തവുമാണ് നിലമ്പൂരിൽ. അപ്പോൾ അൻവറിന്റെ എതിർപ്പിനെ ഏത് തരത്തിൽ കോൺഗ്രസ് മുഖവിലക്കെടുക്കും? അൻവറിനെ എതിർക്കുക എന്നുള്ളതല്ല, എല്ലാ വിഭാഗം നേതാക്കളുടെയും പിന്തുണ ഉറപ്പാക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. PV അൻവർ ആദ്യഘട്ടം മുതൽ തന്നെ VS ജോയിക്ക് വേണ്ടിയായിരുന്നു നിലപാടെടുത്തത്. DCC അധ്യക്ഷൻ കൂടിയായ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കിയാൽ മതന്യൂനപക്ഷങ്ങളുടെ കൂടി പിന്തുണ ഉറപ്പാക്കാൻ കോൺഗ്രസിന് കഴിയും. അങ്ങനെ VS ജോയിക്ക് അനായാസം വിജയിക്കാനാവും എന്നതായിരുന്നു PV അൻവർ ആദ്യഘട്ടം മുതൽ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ ആഴ്ചകൾക്ക് മുമ്പാണ് KPCC പുനഃസംഘടന നടന്നത്. സമഗ്ര പുനഃസംഘടനയിലൂടെ K സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി ക്രൈസ്തവ സഭകളെ ഒപ്പം ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി സണ്ണി ജോസഫിനെ അധ്യക്ഷരാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിന് തൊട്ടു പിന്നാലെ ആഴ്ചകൾ മാത്രം പിന്നിടുമ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുമ്പോൾ വീണ്ടും ഒരു ക്രൈസ്തവ മുഖത്തെ തന്റെ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാണിച്ചാൽ അത് ഇതര സമുദായങ്ങൾക്കിടയിൽ അതൃപ്തിക്ക് വഴിവെക്കും എന്ന ഒരു വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് VS ജോയിയെ തൽക്കാലം DCC അധ്യക്ഷ സ്ഥാനത്ത് തന്നെ നിലനിർത്തിക്കൊണ്ട് മറ്റൊരു പേരിലേക്ക് പോകാമെന്നൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ആ ചർച്ചകളാണ് ഒടുവിൽ ആര്യാടൻ ഷൌക്കത്തിൽ എത്തി നിൽക്കുന്നത്. പക്ഷേ ആര്യാടൻ ഷൌക്കത്തിന്റെ പേര് ഉറപ്പിക്കാതെ ഇപ്പോഴും ഒരു അവ്യക്തത തുടരുന്നതിന്റെ കാര്യം പ്രാദേശികമായി നിലനിൽക്കുന്ന ചില തർക്കങ്ങളാണ്. VS ജോയിയുമായും ആര്യാടൻ ഷൌക്കത്തിന് ചില അഭിപ്രായ ഭിന്നതകളുണ്ടായിരുന്നു. അത് പറഞ്ഞ് പരിഹരിക്കണമെന്ന ആവശ്യം ജില്ലയിൽ നിന്നു തന്നെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ നേരത്തെ മുതൽ തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതാണ്. ഇങ്ങനെയൊരു നിർണായക ഘട്ടത്തിൽ ഓരോ വോട്ടും വിലപ്പെട്ടതായി മാറുന്ന ഒരു സാഹചര്യത്തിൽ ഏത് തരത്തിലും വിജയം ഉറപ്പാക്കേണ്ടത് കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിൽ അനിവാര്യതയാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് എല്ലാ വിഭാഗം നേതാക്കളുടെയും പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് ഒരു പേരിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ അഭിപ്രായ ഭിന്നതകൾ ജയസാധ്യതകളെ ബാധിക്കാതിരിക്കണം എന്ന ഒരു മുൻകരുതൽ കൂടി കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന്റെ ദേശീയ നേതൃത്വത്തിന്റെയും ഒക്കെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. എന്തായാലും വിദേശത്ത് നിന്ന് KC വേണുഗോപാൽ ഇന്നലെ വൈകിട്ട് ഡൽഹിയിൽ തിരിച്ചെത്തിയതായാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. KC വേണുഗോപാലുമായി സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കുന്ന KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ AP അനിൽകുമാർ ഉൾപ്പെടെയുള്ള സമിതി വിശദമായ ചർച്ച നടത്തും. ആ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ആരെ UDFന്റെ സ്ഥാനാർത്ഥിയാക്കണം നിലമ്പൂരിൽ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. നിലവിൽ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ആര്യാടൻ ഷൌക്കത്തിന്റെ പേരിന് തന്നെയാണ് മുൻതൂക്കം ലഭിക്കുന്നത്. മറ്റ് ഏതെങ്കിലും തരത്തിൽ, അതായത് VS ജോയിക്കും ആര്യാടൻ ഷൌക്കത്തിന് പുറമെ മറ്റേതെങ്കിലും പേരുകൾ പരിഗണിക്കണമോ എന്ന കാര്യവും നേതൃത്വം ചർച്ച ചെയ്യുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഡാൻ, നമുക്കറിയാം തട്ടകം തിരികെ പിടിക്കുക എന്നുള്ളതാണ് UDFന്റെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ അതേസമയം LDFനെ സംബന്ധിച്ച് ഇത് വലിയ അഭിമാന പോരാട്ടമാണ്. മുഖ്യമന്ത്രിയുമായി കൊമ്പുകോർത്ത് ഇറങ്ങിപ്പോന്ന അൻവറിന് മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുക, അതോടൊപ്പം അവരുടെ സീറ്റ് നിലനിർത്തുക എന്നുള്ള വലിയ ദൌത്യമാണ് അവർക്ക് മുന്നിലുള്ളത്. സ്ഥാനാർത്ഥി നിർണയം അത്രത്തോളം സൂക്ഷ്മതയോടെ വേണം കൈകാര്യം ചെയ്യാൻ. ഇപ്പോൾ M സ്വരാജ് എന്ന പേരിലേക്ക് എത്തുന്നുണ്ടോ LDF? മുഖ്യമന്ത്രി അത്തരത്തിലുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചു എന്ന് പറയുമ്പോൾ അതിൽ പിന്നെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണോ?
ഒറ്റപ്പേരിലേക്ക് എത്തിക്കഴിഞ്ഞു എന്ന് നമുക്ക് ഉറപ്പിക്കാറായിട്ടില്ല. കാരണം CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ്, നിർണായകമായ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ ചേർന്നായിരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി ആരാകണമെന്ന കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. പക്ഷേ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് നിലമ്പൂരിൽ PV അൻവറിന് മുൻപിൽ മുട്ടുമടക്കാനാവില്ല എന്നൊരു ഉറച്ച നിലപാടിലാണ് CPM. അതുകൊണ്ട് തന്നെ കരുത്തനായ സ്ഥാനാർത്ഥി തന്നെ വേണമെന്ന നിലപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഉറച്ചു നിൽക്കുന്ന പശ്ചാത്തലമാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടേക്ക് സ്ഥാനാർത്ഥിയായി കൃത്യമായ സ്വാധീനമുള്ള ജില്ലയിലെ തന്നെ ഒരു നേതാവിനെ പരിഗണിക്കണമെന്ന ഒരു ആവശ്യം ഉയർന്നു വന്നത്. അതാണ് M സ്വരാജിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ M സ്വരാജ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ അഭിമാന പോരാട്ടത്തിൽ സ്ഥാനാർത്ഥിയാകണമെന്നൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. പക്ഷേ സ്വരാജ് പൂർണ്ണമായി അതിനോട് സമ്മതം മൂളിയിട്ടില്ല എന്ന വിവരങ്ങൾ കൂടി പുറത്തുവരുന്നു. അങ്ങനെ ഒരു സാഹചര്യമുണ്ടായാൽ മറ്റ് 2 പേരുകൾ കൂടി CPM നേതൃത്വത്തിന്റെ പരിഗണനയിലുണ്ട് എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. സാമൂഹ്യ രംഗത്ത് ഉൾപ്പെടെ സജീവമായ ഒരു ആൾ ഉൾപ്പെടെ 2 പേരുകൾ എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. എന്തായാലും നാളെ ചേരുന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലായിരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച അന്തിമ ചിത്രം തെളിയുക. തീർച്ചയായും. ഇനി NDA ക്യാമ്പിലേക്ക് എത്തിയാൽ ഡാൻ, അവിടെ എന്താണ് ഇത്തരത്തിലൊരു തണുപ്പൻ മട്ട് ഉള്ളത്? BJPക്ക് പുതിയ സംസ്ഥാന അധ്യക്ഷൻ വന്നതിന് ശേഷം നേരിടാൻ പോകുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. പക്ഷെ അതിൽ മത്സരിക്കുക പോലും വേണ്ട എന്നുള്ളൊരു നിലപാടിലേക്ക് എന്തുകൊണ്ട് സംസ്ഥാന അധ്യക്ഷൻ തന്നെ എത്തി എന്നുള്ളതാണ്. ഇതിൽ വലിയ ഭിന്നത NDA ക്യാമ്പിൽ നിലനിൽക്കുന്നുണ്ട്, BJPയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒടുവിൽ ഈ തീരുമാനം ദേശീയ നേതൃത്വത്തിന് വിട്ടു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതായത് 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 8555 വോട്ടുകൾ മാത്രമായിരുന്നു അശോക് കുമാറിന് നിലമ്പൂരിൽ നേടാൻ കഴിഞ്ഞത്. അതിനപ്പുറത്തേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ നിലമ്പൂരിൽ BJPയുടെ വോട്ട് വിഹിതം ഏതാണ്ട് 10,000-ന് മുകളിലേക്ക് ഉയർത്താൻ കഴിഞ്ഞിരുന്നു. അതിനപ്പുറത്തേക്ക് വലിയൊരു മുന്നേറ്റം നിലമ്പൂരിൽ BJPക്ക് NDA സഖ്യത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രവുമല്ല, സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ നടത്തിയ പ്രതികരണങ്ങളിൽ ഒരു കാര്യം വ്യക്തമായിരുന്നു: അനാവശ്യമായ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്, അതുകൊണ്ട് ഒരു പ്രസക്തിയും ഉണ്ടാകാൻ പോകുന്നില്ല, ഒരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നൊക്കെ അദ്ദേഹം തന്നെ പറഞ്ഞു വെക്കുന്നത് കൃത്യമായ ഒരു സൂചനയായി തന്നെയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വ്യാഖ്യാനിച്ചത്. സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു പ്രതികരണമാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്ത് ഇപ്പോൾ KPCC അധ്യക്ഷൻ ശ്രീ സണ്ണി ജോസഫ് മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയത്ത്. ഓക്കെ അല്ലേ? ഇത്തിരി മാറാമോ ഷാഫി? കുഴപ്പമില്ല. അയ്യോ ഒന്നാമതായിട്ട് പ്രളയക്കെടുതിയിൽ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ആശ്വാസം എത്തിക്കുന്നതിന് കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുഴുവൻ ഘടകങ്ങളോടും പ്രത്യേകമായിട്ട് നിർദ്ദേശം നൽകുകയാണ്. എല്ലാവരും ജനങ്ങളുടെ ദുരിതത്തിൽ സഹായമെത്തിക്കാനും രക്ഷാപ്രവർത്തനങ്ങളിലും മുൻകൈയെടുത്ത് മുന്നോട്ട് വരണമെന്ന് എല്ലാവർക്കും നിർദ്ദേശം നൽകുകയാണ് KPCC. രണ്ടാമത്, ഛത്തീസ്ഗഡിൽ മലയാളി വൈദികനും കുടുംബത്തിനും നേരെ ഉണ്ടായിട്ടുള്ള അക്രമം പോലീസിൻ്റെ സാന്നിധ്യത്തിലാണ്. അതേറെ പ്രതിഷേധാർഹമാണ്. ബജരംഗ് ദൾ പ്രവർത്തകർ, സംഘപരിവാർ ശക്തികൾ പോലീസ് ഒത്താശയിലാണ് അവരുടെ ആരാധനാലയത്തിൽ കയറി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അക്രമം നടത്തിയത്. അതിനുള്ള വലിയ പ്രതിഷേധം അറിയിക്കുന്നു. നിലമ്പൂരിലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി സംബന്ധിച്ച് ഞങ്ങൾ അവസാനവട്ട ചർച്ചയിലാണ്. AICCക്ക് ഇന്ന് തന്നെ KPCC